അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതിനായി നമ്മൾ ആദ്യം ബീഫ് കഴുകി അത് തോരാനായിട്ട് വെക്കണം. വെള്ളം തോർന്ന ശേഷം ഇത് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ തോന്ന ബീഫ് എടുത്തിട്ട് അതിനുശേഷം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ബീഫിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട്. ഇതൊരു 4-5 വിസിൽ കേൾപ്പിക്കണം. ഫസ്റ്റ് വിസിൽ കേട്ട ശേഷം സിമ്മിലിട്ട് ബാക്കി വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ചൂടാക്കിയ ശേഷം ഈ വറുത്ത് കോരി വെച്ച ഈ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് നമുക്ക് ഈ എണ്ണയിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതായത് ഏകദേശം ഇതേപോലെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ബീഫ് കോരി വെച്ച ശേഷം ഇതിലേക്ക് കടുക് വറുക്കാൻ വേണ്ടി ആവശ്യമായി അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്ക് കടുക് വറുക്കാം. അടുത്തതായി നമുക്ക് കുറച്ച് പൊടികൾ, ഈ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കായം, 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, അതിനുശേഷം ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കണം. സ്വാദിഷ്ടമായ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ